ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ഒരു പൈനാപ്പിൾ പായസം ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിലേക്ക് വറവിടുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം. കാരണം അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിലുള്ള കറുപ്പ് ഡോട്ട്സുകളൊക്കെ ഉണ്ടല്ലോ പൈനാപ്പിളിൻ്റെ, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. നമുക്കത് തീരെ വേണ്ട. കാരണം അതാണ് നമുക്ക് നാവിന് ചൊറിച്ചിൽ വരുന്നത് ആ ഒരു ഭാഗം കഴിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ആ ഭാഗം കൂടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ഒന്ന് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തത് എന്നുള്ളത്. അപ്പോൾ പായസം ഉണ്ടാക്കാൻ എന്താ പ്രത്യേകത എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരാഴ്ചയായിട്ട് നിങ്ങൾ കാണുന്നതാണ് എൻ്റെ വ്ളോഗ്സ്. അതിൽ വിശേഷങ്ങൾ തന്നെയാണ്. ബർത്ത്ഡേയും ആനിവേഴ്സറിയും ഒക്കെ വന്നു. അപ്പോൾ ആനിവേഴ്സറിക്ക് പായസമൊന്നും ഉണ്ടാക്കിയില്ല, പക്ഷേ ബർത്ത്ഡേൻ്റെ സമയത്ത് പായസം ഉണ്ടാക്കി. അതങ്ങനെയാണല്ലോ, നമുക്ക് ഒരു ബർത്ത്ഡേ വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ മലയാളം ബർത്ത്ഡേ കൂടെ വരുമല്ലോ. അപ്പോൾ പിറന്നാൾ വരുന്ന സമയത്ത് തന്നെ നമ്മൾ അമ്പലത്തിൽ പോവും, പായസം കുടിക്കും, ഒരു സദ്യ കഴിക്കും. അതൊക്കെ നമുക്ക് ചെറുപ്പം മുതലേ ശീലമായ കാര്യങ്ങളാണ്. അപ്പോൾ അതും നമ്മളിവിടെ വന്നാലും നമ്മൾ അതുപോലെ തന്നെ എല്ലാം ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ ചെറിയൊരു സദ്യ ഞാൻ ഉണ്ടാക്കി കൊടുത്തു, അതുപോലെ തന്നെ ഒരു പായസം. അപ്പോൾ പായസം എന്തെങ്കിലും വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പൈനാപ്പിൾ സെലക്ട് ചെയ്തത്. പിന്നെ ഇവിടെ മക്കളൊന്നും കറുത്ത പായസം കുടിക്കില്ല. ഈ കറുപ്പ് എന്ന് ഉദ്ദേശിച്ചത് ശർക്കര പായസത്തിനാണ് കേട്ടോ. എല്ലാവർക്കും 2 മക്കൾക്കും പാൽപ്പായസത്തിനോടാണ് താല്പര്യം. അത് കാരണമാണ് കുറച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇത്രയും പൈനാപ്പിളാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. പൈനാപ്പിൾ പുളിയായാലും പ്രശ്നമില്ല, മധുരമായാലും പ്രശ്നമില്ല. നമ്മുടെ പായസത്തിന് പുളി ഒരിക്കലും വരില്ല. അപ്പോൾ അങ്ങനെ വിചാരിക്കരുത്. പൈനാപ്പിൾ വൃത്തിയാക്കി എടുത്തു. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ പൈനാപ്പിളിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ വഴറ്റിയെടുക്കുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ശർക്കര ഉരുക്കിയെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് നാളികേരപ്പാൽ എടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 1 നാളികേരം ഫുള്ളായിട്ട് ചിരവി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ റെഡി ആവുന്ന നേരം നമുക്ക് നമ്മുടെ നാളികേരപ്പാൽ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ. ഈ പൈനാപ്പിൾ ഒരുപാട് നേരം നെയ്യിലിട്ട് വറുത്തെടുക്കൊന്നും വേണ്ട, കുറച്ച് നേരം മതി. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട്. ഇതാ ഒരു ടേബിൾ സ്പൂണിന് 4 ടേബിൾ സ്പൂണാണ് ശർക്കര എടുത്തത്. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിനി വേണമെങ്കിൽ നമുക്ക് കൂട്ടാം, വേണ്ടെങ്കിൽ ഇത്ര എടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ശർക്കര ഞാൻ വേറൊരു സ്റ്റൗവിലേക്ക് വെച്ചു. അപ്പോൾ നമുക്കിനി നാളികേരം പിഴിഞ്ഞെടുക്കണം. ഇത് 1-ാം പാലാണ്. ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തു മിക്സിയിൽ. എന്നിട്ടാണ് ഞാൻ ഈ ഒരു ഫസ്റ്റ് പാല് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഫസ്റ്റ് പാലുള്ളത്. ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ സെക്കൻഡ് പാല് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് ഞാൻ കുറച്ചും കൂടെ 1 ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ട് അത് വീണ്ടും മിക്സിയിലേക്ക് ഒഴിച്ച് ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അതായത് എൻ്റെ സെക്കൻഡ് പാലിൻ്റെ റൗണ്ടാണ്. അപ്പോൾ ഇതും എനിക്ക് ഒരു വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ 3-ാമത്തെ പ്രാവശ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് 3-ാം പാലും പിഴിഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ ഈ 3-ാം പാലാണ് ഞാൻ പൈനാപ്പിളിലേക്ക് ആദ്യം ഒഴിക്കുന്നത്. 3-ാം പാലും ശർക്കരയും കൂടെ ഒന്നിച്ചാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ കിടന്ന് നല്ലപോലെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഈ പൈനാപ്പിളിലേക്ക് നമ്മുടെ നാളികേരപ്പാലിൻ്റെയും ശർക്കരയുടെയും ഒക്കെ ടേസ്റ്റ് അതിലേക്ക് പിടിക്കണം. ഇപ്പോൾ ഇതാ എൻ്റെ സെക്കൻഡ് പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഈ ഒരു ഗ്ലാസ്സിന് കറക്റ്റ് 1 ഗ്ലാസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് ഞാൻ 3-ാം പാൽ പിഴിയുന്നത്. അപ്പോൾ ഞാനതൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ. നല്ല ചൂടാണ്. ആ ചൂടിലാണ് ഞാനിത് പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ. 3-ാം പാലായപ്പോഴേക്കും നമ്മുടെ പാലിൻ്റെ കട്ടി കണ്ടില്ലേ, ഒരുപാട് കുറഞ്ഞു. അപ്പോൾ നമുക്കിത് പിഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ പൈനാപ്പിളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിൾ ഒരു 10 മിനിറ്റ് ഞാൻ നെയ്യിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി ശർക്കരയാണ് ആദ്യം അരിച്ചൊഴിച്ചു കൊടുക്കുന്നത്. ശർക്കര ഒന്ന് ചൂടാക്കിയെടുത്തു, അതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 3-ാം പാലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
ഇനി ഇത് നല്ലപോലെ തിളച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതാ എൻ്റെ 3-ാം പാലും ശർക്കരയും കൂടെ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതും നല്ലപോലെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ 2-ാം പാൽ ഒഴിച്ച് 1 ഗ്ലാസ് പാലുണ്ടായിരുന്നു, അത് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കാരണം ഇനി നമുക്കിതിൻ്റെ മധുരമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാണ്ട്. അപ്പോൾ അതിനും കൂടെ കറക്റ്റായിട്ടുള്ള മധുരം നമ്മൾ ഇതിൽ നോക്കണം. അപ്പോൾ മധുരമൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ തിളച്ച് തുടങ്ങുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകണം. നമുക്കറിയാം ശർക്കര ചൂടാവുന്നതിനനുസരിച്ച് കുറുകി വരും. അപ്പോൾ നമ്മുടെ പായസം എന്തായാലും കുറുകും കേട്ടോ. അപ്പോൾ എൻ്റെ പായസം അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട്. ഞാൻ സ്റ്റവ് ഓഫാക്കി കേട്ടോ. ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് 1-ാം പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അതാ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് ജീരകത്തിൻ്റെയും ചുക്കിൻ്റെയും പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും ചുക്കുപൊടിയും മിക്സ് ആക്കിയതാണ്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ആക്കിയത് 1/4 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. കാരണം എന്താ വെച്ചാൽ ഇത് ഒരുപാട് പായസമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ആ ഒരു പൊടി തന്നെ ധാരാളമാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഇത്രയും ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ചുക്കും ജീരകം കൂടെ പൊടിച്ചത്. ജീരകം എന്ന് പറഞ്ഞാൽ നല്ല ജീരകം കേട്ടോ, അതിൻ്റെ 2ൻ്റെയും പൊടി. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും, ഇനി നാളികേരക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് നാളികേരക്കൊത്തും കൂടെ ഇതിൽ വറുത്തിടാം. ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും മാത്രമേ വറുത്തിടുന്നുള്ളൂ. നെയ്യിലാണ് വറുക്കുന്നത്. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചെയ്യാം. ഈ അണ്ടിപ്പരിപ്പ് കളറ് മാറുന്ന സമയത്ത് തന്നെ ഞാനിതിലേക്ക് മുന്തിരി ഇട്ട് കൊടുത്തു. മുന്തിരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളിത് കോരിയെടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഒക്കെ കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ ഞാൻ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഇതൊരു പുളിയായിരിക്കില്ല. ഇതിൽ ശർക്കര ആഡ് ചെയ്ത കാരണം നമ്മുടെ പുളീനെ ശർക്കര അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഈ പായസത്തിന് പുളിയൊന്നുമില്ല, നല്ല മധുരമാണ്. നമ്മൾ പരിപ്പ് പായസമൊക്കെ കുടിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ പരിപ്പല്ല, പൈനാപ്പിളാണെന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.